വിളിക്കണ്ട, കൂവണ്ട് വിളിക്കണ്ട. നമ്മളെ ജനസംഖ്യ കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് കൂവണ്ട് വിളിക്കണ്ട. കൂവണ്ട് വിളിക്കണ്ട പറയാമല്ലോ. നിങ്ങളുടെ രാഷ്ട്രത്തിലുണ്ടാവട്ടെ, രാഷ്ട്രീയത്തിനെ പൊളിറ്റിക്കൽ പവറിനെ കൊണ്ടുവന്നിട്ട് കൂട്ടായിട്ട് കളിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന ഒരിക്കലും ഒരാളും ഇവിടുന്ന് നമ്മൾ വിടില്ല. അലട്ട സ്റ്റേഷൻ പോവാ, സ്റ്റേഷൻ. സവർക്കറെ വെളുപ്പിക്കുന്ന ചോദ്യം, ആ ചോദ്യം എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണല്ലോ ചാണക സംഘികള് ബഹളത്തില് വിറളി പൂണ്ട് അസ്വസ്ഥരായി കുരുപൊട്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. സംഘികളുടെ ഭീഷണി എന്താ? ഭീഷണി സവർക്കറെ അപമാനിച്ചാൽ കേരളം ഞങ്ങൾ കത്തിക്കും. സംഘിണിയുടെ ഭീഷണിയാ. നീ ഒരു പൂടേം പറിക്കൂല, ഇത് കേരളമാണ്. മനസ്സിലായില്ലേ? സവർക്കർ എന്ന് പറയുന്നത്, നിങ്ങളൊരു ഗതികേട് ആലോചിച്ച് നോക്കണേ. ഈ സവർക്കർ എന്ന് പറയുന്ന രാജ്യദ്രോഹി, സവർക്കർ എന്ന് പറയുന്ന ഭീകരവാദി, സവർക്കർ എന്ന് പറയുന്ന തീവ്രവാദി, സവർക്കർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിക്കൊടുത്തവൻ, സവർക്കർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ ആസനം നക്കിക്കൊടുത്തവൻ, സവർക്കർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ മാപ്പെഴുതി കൊടുത്ത് ആൻഡമാൻ ജയിലിൽ നിന്ന് സ്വതന്ത്ര സമര സേനാനികളെ ഒറ്റുകൊടുത്ത് പിന്നിൽ പുറത്തേക്കിറങ്ങാൻ പരിശ്രമങ്ങൾ നടത്തിയവൻ, ഈ ഭീരു, ഇവൻ ഒരു ഭീരു ആയതുകൊണ്ടാണല്ലോ രാജ്യം കണ്ട ആദ്യത്തെ തീവ്രവാദി അതാണ് സവർക്കർ, രാജ്യം കണ്ട ആദ്യത്തെ രാജ്യദ്രോഹി അതാണ് സവർക്കർ, രാജ്യം കണ്ട ആദ്യത്തെ ഭീകരവാദി അതാണ് സവർക്കർ. അതുകൊണ്ടാണല്ലോ ഈ സവർക്കറെ ഇവർക്ക് ഇങ്ങനെ വെളുപ്പിക്കേണ്ടി വരുന്നത്. അപ്പൊ ചോദ്യം എവിടെ നിന്ന് വന്നു? ഗുരുപ്രസാദ് എന്ന് പറയുന്ന അധ്യാപകൻ ഈ ചോദ്യാവലി ഉണ്ടാക്കിയതിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു എന്നതിന് ഇനി നിങ്ങൾക്ക് വേറെ തെളിവുകളൊന്നും വേണ്ടല്ലോ. എന്താണെങ്കിലും അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതില് ഷംസുദ്ദീനെ മൂക്കിൽ വലിക്കാൻ വേണ്ടി വന്നതാണ് സംഘിണിയും കൂട്ടരും, ചാണക സംഘികള്. എടോ ചാണകങ്ങളെ, ഈ പാരമ്പര്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് വാര്യംകുന്നന്റെ പാരമ്പര്യം, ആലി മുസ്ലിയാരുടെ പാരമ്പര്യം, ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുന്നിൽ നെഞ്ചും വിരച്ചു നിന്നവന്റെ പാരമ്പര്യം. അല്ലാതെ സവർക്കറെ പോലെ ബ്രിട്ടീഷുകാരന്റെ ആസനം ടിഷ്യൂ പേപ്പറിന് പകരം നാവ് കൊണ്ട് നക്കിക്കൊടുത്ത് ക്ലീൻ ചെയ്തു കൊടുത്തവന്റെ പാരമ്പര്യം അല്ലടോ. മനസ്സിലാക്കുക നിങ്ങള്. അങ്ങനെ ഒടുക്ക് കെട്ടി പേടിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ എടോ സംഘപരിവാറുകാരാ, തീയിൽ കുരുത്തതൊന്നും വെയിലത്ത് വാടില്ല. വെറുതെ പറയുന്നതല്ല. ബ്രിട്ടീഷുകാരൻ്റെ തോക്ക് കണ്ടിട്ട് ഭയപ്പെട്ടിട്ടില്ല. പിന്നെയാണോടോ സംഘപരിവാറുകാരാ നീയ് ഈ രാജ്യത്ത് അധിനിവേശം നടത്തി ഈ രാജ്യത്തെ കാൽ കീഴിൽ ചവിട്ടി അരക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരൻ്റെ തോക്കിന് മുന്നിൽ ഭയപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? വാര്യംകുന്നനെ അറിയാമോ? കഴുമരത്തിലേക്ക് തൂക്കേറ്റാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ആ കഴുമരത്തിന് മുന്നിൽ മുഖം മൂടിക്കെട്ടിയപ്പോ, നീ എന്തിനാണോ എൻ്റെ മുഖം മൂടിക്കെട്ടുന്നത്? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുഖത്തെ തുണി മാറ്റിയിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് വെക്കടാ വെടി എന്ന് പറഞ്ഞ വാര്യംകുന്നന്റെ പിൻതലമുറക്കാർക്ക് സംഘപരിവാറുകാരൻ്റെ ഭീഷണിയൊന്നും ഏഴയലത്ത് പോലും എത്തില്ല. മനസ്സിലായില്ലേ? ഷംസുദ്ദീനെ പോയിട്ട് ഷംസുവിൻ്റെ ഒരു പൂട വറിക്കാൻ പോലും നിങ്ങളായിട്ടില്ലടോ സംഘപരിവാറുകാരാ. രാജ്യം കണ്ട കൊലയാളി, രാജ്യത്തെ രാഷ്ട്രപിതാവിനെ കൊന്നെടുക്കാൻ ഗോഡ്സെയെ പറഞ്ഞു വിട്ട കൊലയാളി, അതാണ് ഈ സവർക്കർ. ബ്രിട്ടീഷുകാരൻ്റെ മുന്നിൽ മാപ്പ് എഴുതി കൊടുത്തവരെ എന്ത് വിലയാണ് ഈ രാജ്യത്ത് വേണ്ടത്? ബ്രിട്ടീഷുകാർക്ക് സ്വതന്ത്ര സമര സേനാനികളെ ഒറ്റുകൊടുത്തവന് എന്ത് വിലയാണ് ഈ രാജ്യത്ത് വേണ്ടത്?
ഈ രാജ്യദ്രോഹി, അതല്ലേ ഞാൻ പറഞ്ഞത്, സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും ആദ്യത്തെ രാജ്യദ്രോഹി അതാണ് സവർക്കർ. ആ സവർക്കറിന്റെ അനുയായികളോ അതേ രാജ്യദ്രോഹികളും ദേശവിരുദ്ധരും തീവ്രവാദികളും വർഗീയവാദികളും ഭീകരവാദികളും രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുന്നവരും രാജ്യത്തെ ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരും രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നവരും രാജ്യത്ത് സ്പോൺസേർഡ് കലാപങ്ങൾ സൃഷ്ടിക്കുന്നവരും രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നവരും രാജ്യത്തെ ജനങ്ങൾക്കിടെ മനസ്സിലെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്നവരുമാണ് ആ സവർക്കർ എന്ന് പറയുന്ന കാല് നക്കിയുടെ പിൻഗാമികൾ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ എടോ സംഘപരിവാറുകാരാ എത്രയൊക്കെ വെളുപ്പിച്ചാലും എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വി.ഡി. സവർക്കർ എന്ന് പറയുന്ന ഭീരു വെളുക്കില്ലടോ. കാരണം അവൻ കാല് നക്കിയാണ്, അവൻ ഭീരുവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഭീരു സ്വയമേ വെളുപ്പിച്ചതാ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, വെളുപ്പിക്കൽ എന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്? വെളുപ്പിക്കൽ ഈ സവർക്കർ ജീവിച്ചിരുന്ന കാലം മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഭീരുവായ കാല് നക്കി സവർക്കർ തന്നെ സ്വയം വിശേഷിപ്പിച്ചത് വീർ എന്നാണ്. ഏതർത്ഥത്തിലാ ഈ സവർക്കർ വീർ ആവുന്നത്? എങ്ങനെ ഒരു ഘട്ടത്തിലാ ഇവന് സ്വന്തം വീർ എന്ന് വിശേഷിപ്പിക്കാൻ തോന്നിയത്? കാരണം ഇവന്റെ മനസാക്ഷി തന്നെ ഈ സവർക്കർ എന്ന് പറയുന്ന രാജ്യദ്രോഹിയോട് അവന്റെ മനസാക്ഷി സ്വയം അവനോട് പറഞ്ഞു, നീ ഒരു ഭീരുവാണടോ, നീ ഒരു ഭീരുവാണടോ എന്ന് ഈ സവർക്കറുടെ മനസാക്ഷി സവർക്കറോട് പറഞ്ഞു. അപ്പോൾ ഈ ഭീരു ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് കണ്ടെത്തിയതാ, മറ്റാരും തന്നെ വീർ എന്ന് വിളിക്കില്ല. അപ്പോൾ താൻ തന്നെ സ്വയമേ അങ്ങനെ ഒന്ന് സൃഷ്ടിക്കാം. ഏതുപോലെ ഇപ്പോൾ ഒരാൾ അവകാശപ്പെടുന്നുണ്ടല്ലോ, വിശ്വഗുരു. വിശ്വഗുരു. അതുപോലെ സെൽഫ് ബ്രാൻഡിങ് ആണ് ഇവരുടെ മെയിൻ എന്ന് പറയുന്നത്, സെൽഫ് ബ്രാൻഡിങ്. അപ്പോൾ ഈ ഗുരുപ്രസാദ് എവിടെ നിന്ന് ഈ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. അപ്പോൾ ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്തത് ചോദിക്കാൻ പോയതാണ് സംഘിണിയും ചാണക സംഘികളും. ഇവർ കരുതിയത് ഈ പറയുന്ന യു.പിയിലും ഗുജറാത്തിലും ഒക്കെ ഉള്ള പോലെ ചാണകവും മൂത്രവും കുടിക്കുന്ന കുറേ എണ്ണാണ് ഈ കേരളത്തിലുള്ളതെന്നാ. ചാണകവും മൂത്രം കുടിക്കുക എന്നല്ല, കൈകൊണ്ട് തൊടാറില്ല ഈ സാധനങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ അത് തിന്നുന്നവരുടെ അതേ ലെവലിലാണ് കേരളമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൃമികീടങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ സ്വതന്ത്ര സമരത്തിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ് RSSൻ്റെ പരിശ്രമങ്ങൾ. ആ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത്. മനസ്സിലായില്ലേ? ഒരു പക്ഷേ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ, ഗാന്ധി കേരളക്കാരനായിരുന്നുവെങ്കിൽ ഗാന്ധിയെ തൊടാൻ RSSന് സാധിക്കുമായിരുന്നില്ല. മനസ്സിലായില്ലേ? അന്ന് മുതൽ തുടങ്ങിയ പരിശ്രമങ്ങളാണ്. 100 വർഷം പിന്നിട്ടു എന്നൊക്കെ പറയുന്ന 100 വർഷമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 100 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സംഘ് പരിവാർ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ ഈ RSSും സംഘ് പരിവാരോ. രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിക്കാത്തവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനം എന്താ? ഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത്. ആരാ ഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത്? സവർക്കർ നാഥുറാം വിനായക് ഗോഡ്സെയുടെ കയ്യിൽ തോക്കും നൽകി കൊട്ടേഷൻ നൽകി പറഞ്ഞു വിട്ടതാണ് ഈ പറയുന്ന ഗാന്ധിയെ കൊല്ലാൻ. ഗാന്ധിയെ കൊല്ലാൻ സവർക്കർ നടത്തിയ ഇടപെടലുകൾക്ക് തെളിവുകൾ, ആയിരക്കണക്കിന് തെളിവുകൾ ഉണ്ടായിരുന്നു. ഇത് തെളിവുകളില്ലാത്തതൊന്നല്ല. മനസ്സിലായില്ലേ? ഇത് ഈ പറയുന്ന തെളിവുകൾ അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം മാത്രമേ അന്ന് കോടതിയിൽ ഉണ്ടായിട്ടുള്ളൂ. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ മെറ്റീരിയൽ എവിഡൻസുകൾ ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന സവർക്കറെ വെറുതെ വിട്ടതല്ല. സാങ്കേതികപരമായി അത് സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കാതെ വന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് സവർക്കർ എന്ന് പറയുന്ന കൊലയാളി രക്ഷപ്പെട്ടത്.
അത് രക്ഷപ്പെട്ടതാണോ രക്ഷപ്പെടുത്തിയതാണോ എന്നൊക്കെയുള്ളത് മറ്റു ചോദ്യങ്ങളാണ്. എന്താണെങ്കിലും മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ജസ്റ്റിസ് കപൂർ റിപ്പോർട്ട് അല്ലേ, തോന്നുന്നു, ഞാൻ പേര് മറന്നുപോയി. എന്നാണെങ്കിലും ആ റിപ്പോർട്ടിൽ ഈ സവർക്കറുടെ അനുയായികൾ തന്നെ കപൂർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായ പങ്ക് ഈ പറയുന്ന ഗാന്ധി വധത്തിൽ വി ഡി സവർക്കർക്കുണ്ടായിരുന്നു എന്ന് അല്ലേ? അപ്പോൾ ആ സവർക്കറെ നിങ്ങൾ എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കൂലേ? ഇപ്പോൾ മരിച്ചുപോയി, ഇല്ലെങ്കിൽ സവർക്കർക്ക് നമുക്ക് ഗ്ലൂട്ടാത്തിയോൻ അടിക്കാമായിരുന്നു. ഗ്ലൂട്ടാത്തിയോൻ അടിപ്പിച്ച് വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, സെലിബ്രിറ്റികളൊക്കെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വെളുത്ത് പാറുന്നത് കണ്ടില്ലേ? എങ്ങനെ വെളുത്തത്? കറുത്ത ആൾക്കാർ ഒക്കെ വെളുത്ത് പാറുന്നത് കണ്ടില്ലേ? എങ്ങനെയാ? ഈ ഗ്ലൂട്ടാത്തിയോൻ IV ട്രീറ്റ്മെൻറ്റിലൂടെ വെളുക്കുന്നത് കണ്ടില്ലേ? അതുപോലെ സവർക്കർക്കും നമുക്ക് ഗ്ലൂട്ടാത്തിയോൻ ഇഞ്ചക്ഷൻ അടിച്ച് കയറ്റായിരുന്നു. ഇപ്പം മരിച്ചുപോയ ആളുടെ ശരീരത്തിൽ ഇപ്പോൾ ഗ്ലൂട്ടാത്തിയോൻ അടിക്കാൻ പറ്റില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ വെളുപ്പിക്കാൻ വഴിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മരിച്ചതായത് കൊണ്ട് തീരെയും വെളുക്കൂല. ഞാൻ പറയുന്നത്, ഒരു രീതിയിലും സവർക്കറെ വെളുപ്പിച്ചെടുക്കാൻ സംഘ് പരിവാറുകാരാ നിനക്ക് സാധിക്കില്ല. കാരണം ഈ രാജ്യം നിന്റെയൊന്നും തന്തമാരുടെ വകയല്ല. മനസ്സിലായില്ലേ? ഈ രാജ്യം നിന്റെയൊന്നും തന്തമാരുടെ വകയല്ല. അത് തന്നെയാ, നിന്റെയൊന്നും തന്തമാർക്ക് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ ഒരു കടുക് മണിയോളം പോലും പങ്ക് ഇല്ല എന്നുള്ളതാ. അതുകൊണ്ട് തന്നെ സവർക്കറെ വെളുപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമേ അല്ല. ജീവിച്ചിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയിരുന്നു ഗ്ലൂട്ടാത്തിയോൻ അടിച്ചിട്ടെങ്കിലോ.